നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്. ഈ ഒരു ടെക്നിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാനായി ശ്രമിക്കുക. ഒരു തവണ കണ്ടിട്ട് നിങ്ങൾക്ക് തൃപ്തി വന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ ഇത് കാണാവുന്നതാണ്. അങ്ങനെ കണ്ടവർക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് സംഭവിച്ചിട്ടുണ്ട്. അതായത് റിയൂണിയൻ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷ വാർത്തകളൊക്കെ പ്രണയബന്ധത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം, അതുകൂടാതെ ഒരുപാട് കസ്റ്റമേഴ്സിന്, അതായത് എൻ്റെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടും കൂടിയാണ് നമ്മൾ ഇത്തരം വീഡിയോസ് ഈയിടെയായിട്ട് ഒരുപാട് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രാധാന്യം പൂർണ്ണമായി മനസ്സിലേക്ക് ഉൾക്കൊണ്ടിട്ട് വേണം ഇത് കാണുവാനായിട്ട്. വിശ്വാസമില്ലാത്തവർ കാണേണ്ട ഒരാവശ്യവുമില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. യൂണിവേഴ്സൽ പവറിലും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നല്ലൊരു റിയൂണിയൻ പോസിബിൾ ആകണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വഴിമാറിപ്പോയി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു നിങ്ങളുടെ വ്യക്തിയുമായി ഒരു പുതിയ തുടക്കം കുറിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് കാണാനായി ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി നിങ്ങൾ ചെലവഴിച്ച ശുഭമുഹൂർത്തങ്ങളൊക്കെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിക്കുക, ഓർക്കുക. അതിനുശേഷം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി എന്നുള്ള ആ ഒരു മെസ്സേജിനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് അധികവും ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ അഹങ്കാരം ഓരോ ദിവസവും കഴിയും തോറും കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ആ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഭർത്താവ്, ഭാര്യ, കാമുകൻ, കാമുകി, ഏത് സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയുമായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു കാമുകന്റെ സ്നേഹം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ ഭാര്യയുടെ, അല്ലെങ്കിൽ കാമുകിയുടെ. പക്ഷേ ഈ വ്യക്തിയിൽ നിന്നും അങ്ങനെ ഒരു അപ്രോച്ച് നിങ്ങളിലേക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക വേദനകൾ നിങ്ങളുടെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ആകുന്ന ആ ഒരു സായാഹ്നത്തിൽ നിങ്ങൾ അനുഭവിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അച്ഛനില്ലായിരിക്കാം, അമ്മയില്ലായിരിക്കാം. അപ്പോൾ അവരുടെ സ്നേഹവും വാത്സല്യവും ആ ഒരു കരുതലും നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടില്ലായിരിക്കാം. മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളായിരിക്കാം നിങ്ങൾക്ക് കൂടുതലും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് നിങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ നിങ്ങളുടെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഇന്നേ വരെ അത്തരത്തിലുള്ള സ്നേഹവും സുഖവും ലഭിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആരുടെയും പുറകെ പോകുന്നില്ല. നിങ്ങൾക്ക് അർഹിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കിട്ടിയില്ല. അർഹിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രം എനിക്ക് ലഭിച്ചാൽ മതി എന്നുള്ള വാശിയോട് കൂടിയാണ് നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എടുത്തു പറയുന്നതിലും അധികമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കരിയർ പരമായിട്ടുള്ള ഉയർച്ചയാണെങ്കിലും, നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയാണെങ്കിലും, നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങൾ, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ,
അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ കൂടപ്പിറപ്പിനെ പോലെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന, നിങ്ങളുടെ സോളിൽ ഉണ്ടായിരുന്ന പല മോശപ്പെട്ട കാര്യങ്ങളും നിങ്ങളെ വിട്ടു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെയായിരുന്നു ഈ വ്യക്തിയുടെ വരവ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു മുജ്ജന്മ ബന്ധം, മുജ്ജന്മത്തിൽ ഒരു സുഹൃതം ചെയ്യുക എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു പ്രത്യോപകാരമായിട്ട്, അതായത് മുജ്ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ആശ്വാസമേകാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ദൈവദൂതനെ പോലെ ആ ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും, അല്ലെങ്കിൽ ആ അതേ രൂപം തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഈ വ്യക്തിയെ കുറിച്ചുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ മാറിപ്പോയി. നിങ്ങൾക്ക് അമിതമായി ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് പരിപൂർണമായും മാറി. ഈ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ താഴ്ന്ന് നിങ്ങൾ ക്ഷമ എന്താണെന്ന് പഠിച്ചു. അതുപോലെ വാശിപ്പുറത്ത് പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു, നിങ്ങളുടെ കഴിവ് തെളിയിച്ചു. പക്ഷെ ഈ വ്യക്തി എന്താണ് ചെയ്ത മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഒരു തെറ്റെന്ന് വെച്ചാൽ, ഈ വ്യക്തി വിചാരിച്ചു ഈ ലോകം മുഴുവനും ഈ വ്യക്തിയുടെ കാൽക്കീഴിലാണെന്ന്. അതായത് നിങ്ങൾ ഉൾപ്പെടെ ഈ വ്യക്തിയുടെ കാൽക്കീഴിലാണ്, ഈ വ്യക്തി എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഈ വ്യക്തി അങ്ങോട്ട് അഹങ്കാരത്തോടു കൂടി ഉയർന്നു പോയി, അല്ലെങ്കിൽ കുന്തള്ളിച്ചു പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി വേണ്ട തരത്തിലുള്ള ആ ഒരു സംരക്ഷണമോ കെയർ, അല്ലെങ്കിൽ സ്നേഹമോ സ്നേഹത്തോടു കൂടിയുള്ള വർത്താനമോ, ഇപ്പൊ നിങ്ങൾക്ക് തലവേദനയാണ് എന്ന് പറയുന്നെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാനോ ഒന്നും ഈ വ്യക്തി തയ്യാറാകുന്നില്ല. കാരണം പരിപൂർണമായിട്ടും ഈ വ്യക്തി കമാൻഡിങ് ആയിരുന്നു നിങ്ങളോട് ചെയ്തുകൊണ്ടിരുന്നത്. ആജ്ഞാപിച്ചുകൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പെരുമാറുക. ആ വ്യക്തി പല രീതിയിലും നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സ്നേഹമുണ്ട്, പക്ഷെ അത് സ്നേഹം മറച്ചു പിടിച്ചുകൊണ്ട് പുറമെ അഹങ്കാരവും അല്ലെങ്കിൽ അഹംഭാവവും നിറഞ്ഞ ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ വ്യക്തിയുടേത്. ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ അല്ല. അതൊരു സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരുപാട് പ്രേക്ഷകർക്ക് എൻ്റെ കൺഗ്രാറ്റുലേഷൻസ് ഞാൻ അറിയിക്കുന്നു. കാരണം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇന്ന് ഈ വ്യക്തിയുടെ പുറകെ പോകാനില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ കാൽക്കീഴിൽ കിടക്കാനില്ല. കാരണം അതൊരു പാഠമായിട്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഈ വ്യക്തി ആദ്യമൊക്കെ വിചാരിച്ചത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ പോകില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഓരോ കാര്യവും പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ ആത്മാഭിമാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തി സത്യസന്ധമായി നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ യഥാർത്ഥ പ്രാധാന്യം അതെന്താണോ അത് ഞാൻ മനസ്സിലാക്കി എന്നുള്ള ആ ഒരു വാചകങ്ങൾ വളരെ വിഷമത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അപേക്ഷയോടു കൂടിയും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ പറയാനായി ആഗ്രഹിക്കുന്നു. കാരണം ചിലപ്പോൾ കമിതാക്കളാണെങ്കിൽ നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ടാകാം, എനിക്കിനി നിന്നെ വയ്യ, എനിക്ക് മതിയായി, ഞാൻ വേറെ വിവാഹം ചെയ്യാൻ പോകുന്നു, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല, നീ എനിക്ക് സമാധാനം തരുന്നില്ല, പ്രാധാന്യം തരുന്നില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ഉദാഹരണത്തിന്, അല്ലെങ്കിൽ വെറുതെ ഈ വ്യക്തിയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നോക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതായിരിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നന്നായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി മാറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഭാര്യയാണെങ്കിൽ നിങ്ങൾ പിണങ്ങി നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കുക, ഭർത്താവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി, അതായത് വേറെ സ്ഥലത്ത് പോയി നിൽക്കുക. അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബന്ധങ്ങളുടെ പ്രാധാന്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ് എനർജിയാണ്, 2 ഓഫ് വാൺസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കുക. ഈ സാഹചര്യം ഏറ്റെടുക്കുക. കാരണം ഇത് ഇത് പലവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വായന. ഇത് കുറച്ച് വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വായനയായിട്ടാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് എന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത് ചിലവർക്ക് റീസണേറ്റ് ആകാം, ചിലവർക്ക് റീസണേറ്റ് ആവാതിരിക്കാം. റീസണേറ്റ് ആവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിന്നും ഒരാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ 9 ദിവസത്തിനുള്ളിലോ 9 ഡേയ്സിനുള്ളിലോ ഒരു ഫോൺ കോൾ, അത് കരഞ്ഞുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടായിരിക്കണം. കാരണം ഈ വ്യക്തിയുടെ അഹങ്കാരം എല്ലാം ചോർന്നൊലിച്ചു പോയി, തീർച്ചയായിട്ടും നശിഞ്ഞു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളെന്ന പാഠം, അതൊരു പാഠമായി ഈ വ്യക്തി ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു, മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ പരിപൂർണമായിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.